ഈ പ്രകടിപ്പിക്കുക, ബോധിപ്പിക്കുക, കത്തിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ വലിയൊരു ആയുധവും ആശയവും ഒരു ഊന്നുവടിയും ഏണിയുമൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ലാതെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്, പലതും നിശബ്ദമായി ചെയ്തു പോന്നിരുന്നവർ. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് അവരല്ല പറയുന്നത്, മറ്റു പലരും പറഞ്ഞാണ് അറിയുന്നത്. സാക്ഷാൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ പണ്ട് CR മഹേഷിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന കാലത്ത് അതിന് അടയ്ക്കാൻ വേണമെങ്കിൽ സഹായിക്കാമെന്ന് സന്നദ്ധത അറിയിച്ച ഒരു സംഭവം എനിക്കറിയാം. ഉമ്മൻചാണ്ടി സാറാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞു. പലരുടെയും ചികിത്സയ്ക്ക് രഹസ്യമായി സഹായം നൽകിയത്, പല ജനപ്രതിനിധികൾക്കും ചികിത്സാ സൗകര്യങ്ങൾ രഹസ്യമായി ഒരുക്കി കൊടുത്തത്, അതൊന്നും വാർത്തകളിലോ റീൽസുകളിലോ മുഴങ്ങിയിരുന്നേയില്ല. രാജീവ് ഗാന്ധി മരിക്കുന്ന സമയത്ത് പത്രക്കാർ ചെന്ന് അടൽ ബിഹാരി വാജ്പേയിയോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം മൂലമാണെന്ന് ഉറക്കെ പറഞ്ഞ ആ സംഭവം ഈ അടുത്ത സമയത്ത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീജൻ പാൽ സിംഗ് എന്ന് പറയുന്ന സുഹൃത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കുകയുണ്ടായി. നിർഭയ കേസിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നുകളഞ്ഞ ആ സഹോദരിയുടെ സഹോദരനെ പൈലറ്റ് കോഴ്സിന് അയച്ച് പഠിപ്പിച്ച് അതിൻ്റെ ചെലവ് മുഴുവൻ വഹിച്ച് ഒടുവിൽ അദ്ദേഹം പൈലറ്റായി ജോലിക്കിറങ്ങിയപ്പോൾ എവിടെ നിന്നോ ആരൊക്കെയോ പറഞ്ഞാണ് അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അത് ചെയ്തു കൊടുത്തത് രാഹുൽ ഗാന്ധിയാണെന്നറിഞ്ഞത്. ആ സ്കൂൾ ഓഫ് തോട്ടിൽ അത്തരമൊരു ചിന്താഗതിയിൽ ഉള്ള ഒരു മനുഷ്യനാണ് KC വേണുഗോപാൽ എന്ന AICC സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാൽ. ഒരുപാട് മനുഷ്യർക്ക് വളരെ നിശബ്ദമായി പലയിടങ്ങളിലും പലപ്പോഴും നിരവധിയായ സഹായങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം AD തോമസ് എന്ന ആലപ്പുഴയിലെ MLA കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു ചാനലിലൂടെ വന്നിരുന്നു. അതൊന്ന് കാണേണ്ടതാണ്. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അദ്ദേഹം എന്നോട് പറയുമ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപ പോലും ഇല്ലാതെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. എന്നെ പോലെ VT സൂരജിനെ പോലെ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളെയൊക്കെ കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹമല്ലേ. എത്രയോ ആളുകളെ എനിക്ക് നേരിട്ടറിയാമല്ലോ. ആലപ്പുഴയിലൊക്കെ എത്രയോ മനുഷ്യർക്ക് അദ്ദേഹം ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അത് അദ്ദേഹത്തിന്റെ കടമയാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. എന്നിരുന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കണം, സഹായങ്ങൾ സ്വീകരിച്ച ആളുകൾ പോലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ക്രൂരമായി അപമാനിക്കുകയും ചെയ്തു. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പു പറയുന്നു, KC വേണുഗോപാൽ എന്ന ഒരു വലിയ മനുഷ്യനോട്, ഒരു മനുഷ്യ സ്നേഹിയോട് ഈ ചെയ്തത് വലിയ കടന്ന കൈയായി പോയി. അത് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ ഹൃദയം ഭയങ്കരമായി നോവുന്നുണ്ട്. അതിന് കാലം മറുപടി പറയും. ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് പ്രത്യേകം പറയും, ഞങ്ങളെയൊക്കെ ഹൃദയത്തിലാണ് സ്ഥാനം. അത് ഇന്ന് വിമർശിച്ചവർ നാളെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ആ ദിവസം ഞാനും നിങ്ങളും എല്ലാം അത് കണ്ട് വികാരധീനരായി നമ്മൾ വീണ്ടും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, വെയിലും മഴയും കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പലതും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടെന്ന്. പക്ഷെ അപ്പൊ പോലും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പണിയെടുക്കാതെ മുഖ്യമന്ത്രിയാകാൻ വന്നയാൾ എന്നാണ്. എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് അദ്ദേഹം ചെയ്ത എന്താണ് ജോലി എന്നുള്ളതിനേക്കാൾ കൃത്യമായ ബോധ്യമുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നത് തിരശ്ശീലയ്ക്ക് മുന്നിലാണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെപ്പോഴും നമ്മൾ കാണാതെ പോകാറുണ്ട്. അദ്ദേഹം എടുത്ത കഠിനാധ്വാനം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാം. അത് പിൽക്കാലത്ത് എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ആ തീരുമാനം എടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കുക. അടിമുടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ ശ്രീ KC വേണുഗോപാൽ തയ്യാറാകണമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്താൽ 10 മിനിറ്റിനകം അദ്ദേഹം അത് ചെയ്യും. അത്രയും വലിയൊരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. ഞാൻ ആ നേതാവിന്റെ ഒരു കൂടെ സഞ്ചരിക്കാനും അദ്ദേഹത്തെ കണ്ടൊക്കെ പഠിക്കുന്നതിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എല്ലാ കാലത്തും മരണം വരെയും അദ്ദേഹത്തോടൊക്കെ കടപ്പാടുള്ള ഒരു നേതാവ്, ഒരു ചെറിയ പൊതുപ്രവർത്തകനാണ്. അത് പറയാനൊന്നും എനിക്ക് മടിയില്ല. അതിന്റെ പേരിൽ ഏത് സൈബർ വെട്ടുകളിക്കൂട്ടം ആക്രമിച്ചാലും, എന്തൊക്കെ അപമാനം സംഭവിച്ചാലും, നാളെ ഇനി എന്ത് സംഭവിച്ചാലും ആ നിലപാടിലൊന്നും വെള്ളം ചേർക്കുകയോ ഒന്നുമില്ല. കാര്യം അത് നമുക്കറിയാം, അത് ശരിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. അത് ശരിയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ മോശമാണെന്നുള്ള ഒരു അർത്ഥം അതിന് ഇല്ലതാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ സ്വയം ഏതെങ്കിലും തരത്തിൽ ആഘോഷിക്കപ്പെടണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് അറിയുന്നത് ആരെങ്കിലും ആരോടെങ്കിലുമൊക്കെ പറയണ്ടേ. അത് നമ്മുടെ കൂടി ഒരു ബാധ്യതയാണ്. ആ വ്യക്തിയേക്കാൾ ഉപരി ആ നന്മയോടുള്ള ബാധ്യത.